ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ രാത്രി 11 മണിയായിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കുട്ടി സാരിയിൽ അടിപൊളി ലോട്ടസിൻ്റെ പെയിൻറ്റിങ് വർക്ക് ചെയ്തേക്കുന്നത് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. അപ്പോൾ ഞാനും പെട്ടെന്ന് യൂട്യൂബിലൊക്കെ നോക്കി ലോട്ടസൊക്കെ ഒരു പേപ്പറിലോട്ട് വരച്ചെടുത്ത്. അപ്പോൾ അതിനുശേഷം എനിക്കും ഇതുപോലൊരു സാരി എൻ്റെ ചേച്ചി തന്നായിരുന്നു വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ ആ സാരിയിലോട്ട് ഞാനും ഇതുപോലൊരു പെയിൻറ്റിങ് വർക്ക് ചെയ്യാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ പെയിൻറ്റിങ് ഒന്നും വലുതായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അതുപോലെ തന്നെ ടിഷ്യൂ സാരിയാണ് എൻ്റെ കയ്യിലും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും അതുപോലെ ഒരു ലോട്ടസിൻ്റെ വർക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ ലോട്ടസിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഇതെങ്ങനെയാണ് നല്ലതാവുമോ കുളമാവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് വലുതായിട്ട് പെയിൻറ്റിങ് വർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുന്താണിയൊക്കെ എടുത്തു, ആവശ്യത്തിന് നമുക്ക് ഇറക്കമൊക്കെ ഇട്ട് നോക്കണം. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ചെസ്റ്റിൻ്റെ പോർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റായിട്ട് മുന്താണിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് ആ പെയിൻറ്റിങ് വർക്ക് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മളതൊന്ന് ഒരു പെൻസിൽ വെച്ച് നമുക്കതൊന്ന് അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് തന്നെയാണ്. അപ്പോൾ ചെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ച് നോക്കുകയാണ്. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ലോട്ടസ് ഒന്ന് എടുക്കാവുന്നതാണ്, നല്ല ഫിനിഷിംഗ് ആയിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ലോട്ടസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പേപ്പറിൽ വരച്ചത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് സാരിയിലോട്ട് വെച്ചിട്ട് ഒരു പെൻസിൽ വെച്ച് നമുക്കത് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഒരു കുട്ടി ചെയ്യുന്ന കണ്ട് സാരിയിൽ ഇതുപോലെ ലോട്ടസിൻ്റെ പെയിൻറ്റിങ് വർക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. അപ്പോൾ അത്രയൊന്നും ആയില്ലെങ്കിലും നമ്മളും ചെറുതായിട്ടൊക്കെ ഒരു ഒപ്പിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെഡും ഗ്രീനും കോമ്പിനേഷനാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ മുന്താണിയിലും വർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ലോട്ടസ് തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ വർക്ക് ഫ്രണ്ട് പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുന്താണിയിൽ ചെറിയ ലോട്ടസാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ. കരയും കടലലയമായി തുടരും പ്രണയമിവിടെ കരയും കടലലയമായി തുടരും പ്രണയമിവിടെ പകരാൻ ഇരുവരിൽ